നെറ്റ്ഫ്ലിക്സിലൂടെ റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്ത ഒരു മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഡോക്യുമെന്ററിയാണ് അമേരിക്കൻ മാൻഹണ്ട് ഒസാമ ബിൻ ലാദൻ. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒസാമ ബിൻ ലാദന് വേണ്ടിയിട്ടുള്ള ഒരു തിരച്ചിൽ, അമേരിക്കയുടെ ഒരു ഏറ്റവും വലിയ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള CIA പോലുള്ള അന്വേഷണ ഏജൻസികളുടെ ആ ഒരു തിരച്ചിലും അതെങ്ങനെ സക്സസ് ആയി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡോക്യുമെന്ററിയിൽ പറയുന്നത്. ആൻഡ് ഇതിനേക്കാൾ കൂടുതൽ അതിലുള്ള ഓരോ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ CIA അല്ലെങ്കിൽ അത്രത്തോളം ടോപ്പ് റാങ്കിങ് ആയിട്ടുള്ള ഒഫീഷ്യൽസ് വർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു മിഷൻ അവരനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരുപാട് ഇൻസൾട്ടുകൾ അല്ലെങ്കിൽ ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ, ഈ അൽ ഖ്വയ്ദ എന്ന് പറയുന്ന ആ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനും ഒസാമ ബിൻ ലാദനെയും എങ്ങനെ കണ്ടെത്താം, അല്ലെങ്കിൽ തൊട്ടടുത്ത് വരെ എത്തിയിട്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ചാൻസസ്, ഇതിനെയെല്ലാം നല്ല വെൽ എക്സ്പ്ലെയിൻഡ് രീതിയിലാണ് ഈ ഒരു ഡോക്യുമെന്ററി സീരീസിൽ അവർ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു ഹിസ്റ്ററിക്കൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്ററി കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. കാരണം അമേരിക്കയുടെ ആ ഒരു ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും വലിയൊരു ടെറർ കോസ് ചെയ്തിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്ക്. നമുക്ക് എല്ലാവർക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ആയിരുന്നു അത്. ആൻഡ് അതിന് പിന്നിലുള്ളവർ ആരാണ് എന്നുള്ള ചോദ്യത്തിൽ നിന്ന് ഒസാമ ബിൻ ലാദൻ എന്ന് പറയുന്ന ആ ഒരു ആളിലേക്ക് എത്തി നിൽക്കുന്ന ചോദ്യങ്ങളും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരുപാട് ടേൺ ഓഫ് ഈവൻസും ഇതിലുള്ള ഓരോ ഒഫീഷ്യൽസും എക്സ്പ്ലെയിൻ ചെയ്യും. അവരുടെ കരിയർ ആൻഡ് പേഴ്സണൽ ലൈഫിന് എത്രത്തോളം ഈ ഒരു അറ്റാക്കും അതിനുശേഷമുള്ള ഈ അവർ ക്യാരി ചെയ്തിട്ടുള്ള ഈ ഒരു ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള മിഷനും എത്രത്തോളം ഇമ്പോർട്ടൻസ് അവരുടെ ലൈഫിൽ ഉണ്ട് എന്ന് കാണിക്കുന്ന ഓരോരോ ടേൺ ഓഫ് ഈവൻസ് അവർ പറഞ്ഞു പോകുന്നുണ്ട്. കാരണം ചില ഒഫീഷ്യൽസിന്റെ ആ ഒരു എക്സ്പ്ലനേഷനിൽ നിന്ന് തന്നെ നമുക്ക് അവരുടെ എത്രത്തോളം അവരെ അത് ഇമോഷണൽ ആക്കി അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എത്രത്തോളം ഒരു ട്രോമ ഈ ഒരു മിഷനും അല്ലെങ്കിൽ ഈ ഒരു അറ്റാക്ക് കോസ് ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാരണം അവർക്ക് വേണ്ടപ്പെട്ട കൊളീഗ്സ്, ഫാമിലി മെമ്പേഴ്സ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവർക്ക് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വേദന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡോക്യുമെന്ററി നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. പ്രത്യേകിച്ച് മൂന്നാമത്തെ എപ്പിസോഡ്, ഏതാണ്ട് ഒരു 1.5 hours ഉള്ള മൂന്നാമത്തെ എപ്പിസോഡിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ എന്ന് പറഞ്ഞ ആ ഒരു ബിൻ ലാദന്റെ ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് ആയിരിക്കും അവർ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരുപാട് സ്ട്രഗിൾസ് അല്ലെങ്കിൽ ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമുക്ക് ഇതിൽ മനസ്സിലാവും. കാരണം ആ ഒരു മിലിറ്ററി ടീം ആ ഒരു മിഷൻ ക്യാരി ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരെത്രത്തോളം വെൽ ട്രെയിൻഡ് അല്ലെങ്കിൽ വെൽ പ്ലാൻഡ് ആയിരുന്നു എന്നുള്ളത് ഇതിൽ അവർ ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പല ഒഫീഷ്യൽസിന്റെയും മുഖം ഇതിൽ വെളിപ്പെടുത്തിയിട്ടില്ല, അത്രത്തോളം ടോപ്പ് സീക്രട്ട് മിഷൻ ആയതുകൊണ്ട്. ആൻഡ് നമുക്ക് അറിയാത്ത ഒരുപാട് ലെയേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. ഒരു ഡോക്യുമെന്ററി എന്ന് പറയുമ്പോൾ അത്രത്തോളം ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കേണ്ട, അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല് മനസ്സിലാവുന്ന, അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു ഹൈലി ക്ലാസിഫൈഡ് അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു മിഷൻ ആയിരുന്നു ഇത് എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇതിലുള്ള ഓരോരോ, അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഫീല് കൊണ്ടുവരുന്ന ഒരു എക്സ്പ്ലനേഷൻ തന്നെയാണ് ഇതിന്റെ മൊത്തത്തിലുള്ള ആ ഒരു ടോണും ഇതിലുള്ള ആ ഒഫീഷ്യൽസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഈ ഡോക്യുമെന്ററി ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഈ ഡോക്യുമെന്ററി കണ്ടവരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തതുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണുക.